ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കാറിൻ്റെ റോഡ് ടെസ്റ്റിന് കയറുമ്പോൾ വാഹനം എടുക്കുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓക്കെ, അതായത് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നമ്മുടെ ഹാൻഡ് സിഗ്നൽ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ച് വെച്ചിരിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ പലരും ഇടുന്നുണ്ട് പലയിടങ്ങളിലും ഹാൻഡ് സിഗ്നൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ ടെസ്റ്റ് നടത്തുമ്പോൾ കൃത്യമായിട്ട് ഹാൻഡ് സിഗ്നൽ എല്ലാം നോക്കിയാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് സിഗ്നലും കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലായ ഒരു ചിന്ത വരാം, AC ഒക്കെ ഇട്ട് വാഹനം ഓടിക്കും, ഗ്ലാസ്സൊക്കെ പൊക്കിയിട്ട് ഓടിക്കുമ്പോൾ എന്തിനാണ് ഹാൻഡ് സിഗ്നൽ എന്നുള്ളത്. പക്ഷേ എങ്കിലും പരിഷ്കരണങ്ങളിലോ അല്ലെങ്കിൽ ഇതുവരെ നിലവിൽ വന്ന മാറ്റങ്ങളിലോ ഒന്നും നമ്മുടെ ഹാൻഡ് സിഗ്നലിലും യാതൊരുവിധ മാറ്റമില്ല. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് പഠിച്ച് വയ്ക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് 5 ഹാൻഡ് സിഗ്നലാണ് ഉള്ളത്. ഓക്കെ, ഒന്ന് വലത്തേക്കുള്ളത്, നമ്മുടെ ഈ വലത് കൈ ഇങ്ങോട്ട് വയ്ക്കുന്നതാണ് വലത്തേക്കുള്ളത്. പിന്നെ ഇടത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ, അത് നമ്മുടെ ഈ വലത് കൈ മുന്നോട്ട് ഇതുപോലൊരു 3 തവണ കറക്കുമ്പോൾ നമ്മുടെ ഇടത്തേക്കുള്ളതായി. അതുപോലെ തന്നെ ഓവർടേക്കിംഗ് ഹാൻഡ് സിഗ്നൽ, അത് നമ്മുടെ ഹാഫ് സർക്കിളാണ്, അതായത് ഇതേപോലെ. ഓക്കെ, ഇത് നമ്മുടെ ഓവർടേക്കിംഗ് ആണ്. പിന്നെ വരുന്നത് സ്ലോ ഡൗൺ ആണ്. അത് കൈ ഇങ്ങനെയാണ് പിടിക്കുന്നത്, കൈപ്പത്തി കമഴ്ത്തിയാണ് പിടിക്കുന്നത്. മേലോട്ടും താഴോട്ടും ഒരു 3 തവണ ആക്കുമ്പോൾ നമ്മുടെ സ്ലോ ഡൗൺ ആയി. പിന്നെ സ്റ്റോപ്പ്. ഓക്കെ, ഈ 5 സിഗ്നലാണ് വരുന്നത്. ഇതിൽ നമ്മൾ വാഹനം എടുക്കുന്ന ടൈമിൽ നമ്മൾ ഉപയോഗിക്കേണ്ട സിഗ്നൽ എന്ന് പറയുന്നത് നമ്മുടെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നലാണ്. ഓക്കെ, നമുക്കിവിടെ എടുക്കുന്ന ടൈമിൽ അത്യാവശ്യം വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നലാണ് ആവശ്യം. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വാഹനത്തിനുള്ളിൽ, നമ്മൾ ഈ ഒരു വാഹനത്തിലാണ് നമ്മൾ റോഡ് ടെസ്റ്റിന് കയറാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ അജിൻചേട്ടനാണ് നമ്മുടെ ടെസ്റ്റ് നടത്തുന്ന ആളെന്ന് സങ്കല്പിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വാഹനത്തിനുള്ളിൽ കയറുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ വാഹനത്തിൻ്റെ 4 സൈഡ് നോക്കുക. ഓക്കെ, വാഹനത്തിൻ്റെ 4 സൈഡ് നോക്കുക. നോക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു പൊസിഷനും കൂടെ നോക്കുക കേട്ടോ. നമ്മുടെ ഫ്രണ്ട് ടയർ നോക്കുമ്പോൾ അതിൻ്റെ പൊസിഷനും കൂടെ നോക്കുക. കാരണം വേറെ ഒന്നുമല്ല, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം വാഹനം എടുക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൂടെ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കി വയ്ക്കുക. ചുമ്മാ നോക്കുന്നതല്ല, വാഹനത്തിൻ്റെ ടയറിൽ എയറുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഫ്രണ്ടിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, വാഹനം എടുക്കുമ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, വാഹനത്തിൻ്റെ 4 സൈഡും ചെക്ക് ചെയ്യുക. അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വാഹനത്തിനുള്ളിലേക്ക് കയറാൻ. ഓക്കെ, അപ്പോൾ ഞാൻ വാഹനത്തിനുള്ളിലേക്ക് കയറുകയാണ്. ഓക്കെ, ഡോറ് തുറന്നു. ഓക്കെ, വാഹനത്തിനുള്ളിൽ കയറി. ഇനി വാഹനത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പലരും ആദ്യമേ കയറി നമ്മുടെ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മിറർ ആദ്യം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും, വീണ്ടും ആ വ്യൂ മാറും. അപ്പോൾ അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യുക, സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. സീറ്റിൽ കയറി നമ്മുടെ ഫ്രണ്ടിലോട്ടാണോ ബാക്കിലോട്ടാണോ എങ്ങോട്ടാണോ ആ കണക്കിന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ശേഷം സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ക്ലച്ചും ബ്രേക്കൊക്കെ ഒന്ന് ചവിട്ടി നോക്കുക, കൃത്യമായിട്ട് ചവിട്ടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ശേഷം നമ്മുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, 3 മിററുണ്ട്. 3 മിററും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, 3 മിറർ അഡ്ജസ്റ്റ് ചെയ്യുക. അതിപ്പോൾ എനിക്ക് ഓക്കെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചിലപ്പോൾ സൈഡിൽ ഓഫീസർ കാണും. ഓഫീസർ കാണുമ്പോൾ പുള്ളിയോട് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഇത്തിരി ബുദ്ധിമുട്ടാണ് എങ്കിലും എന്ത് ചെയ്യുക, പുള്ളിയോട് പറയുക. പുള്ളി ഉറപ്പായിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്ത് തരും, ക്രമീകരിച്ച് തരും നിങ്ങളുടെ സൗകര്യത്തിന്. ഓക്കെ, ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ സീറ്റ് ബെൽറ്റ്. ഇത്രയും കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് സീറ്റ് ബെൽറ്റാണ്. ഓക്കെ, അപ്പോൾ സീറ്റ് ബെൽറ്റ് നമുക്ക് കൃത്യമായിട്ട് ഇടാം. ഓക്കെ, സീറ്റ് ബെൽറ്റ് ഇട്ടു. അതിന് ശേഷം എന്ത് ചെയ്യുക, ബ്രേക്കും ക്ലച്ചും ഫുള്ള് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ മറന്നു പോകരുത്, കൃത്യമായിട്ട് വിടുക. വലത്തേക്കുള്ള ഇൻഡിക്കേറ്റർ കാണിക്കുക, നമ്മുടെ വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുക. ബ്ലൈൻഡ് സ്പോട്ട് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. മിററിലൂടെയും കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, 3 മിററുണ്ട്. 3 മിററിൽ നോക്കുക. ബ്ലൈൻഡ് സ്പോട്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. ഇനി അഥവാ നിങ്ങളിപ്പോൾ ഹാൻഡ് സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്തിലാണ് നിങ്ങൾ ടെസ്റ്റിന് കയറുന്നെങ്കിൽ എന്ത് ചെയ്യുക, ഹാൻഡ് സിഗ്നൽ ഒഴിവാക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. മിററെല്ലാം നോക്കുക, ബ്ലൈൻഡ് സ്പോട്ട് നോക്കുക, ഇൻഡിക്കേറ്ററും കൃത്യമായിട്ട് ഇട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രേക്കും ക്ലച്ചും ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഗിയർ ഇട്ടു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് വാഹനം ഹാൻഡ് ബ്രേക്ക് ഇട്ടെടുത്ത് ഓഫായി പോകുന്നത്. അപ്പോൾ അത്തരത്തിലൊരു തെറ്റ് വരുത്തരുത്, കൃത്യമായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് റൈറ്റ് ഇൻഡിക്കേറ്റർ. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശേഷം ഞാൻ വലത് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിച്ചു, വലത്തേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിച്ചു. ഓക്കെ, പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വാഹനം പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ഓക്കെ, വാഹനം പോയിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്യുക, പതിയെ ഹാഫ് ക്ലച്ചിൽ തന്നെ നമുക്ക് പയ്യെ എന്ത് ചെയ്യുക, മൂവ് ചെയ്തെടുക്കാം. ശേഷം എന്ത് ചെയ്താൽ മതി, ആക്സിലേറ്റർ കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി എന്ത് ചെയ്യുക, ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനം ഡ്രൈവ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും ഈ വാഹനം എടുക്കുന്ന കാര്യത്തിൽ, നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറുമ്പോൾ വാഹനം എടുക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ചോദിക്കുക കേട്ടോ. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ഞങ്ങളും ചെയ്തു തരാം. അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാൻ പോകുന്ന എല്ലാവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ
ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.